ഗുഡ് മോർണിംഗ്. വെൽക്കം ടു പ്ലസ് വൺ പൊളിറ്റിക്സ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജുഡീഷ്യറി നീതിന്യായ വിഭാഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യമെന്നും സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഭരണഘടന സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ജുഡീഷ്യറി, നീതിന്യായ വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ധർമ്മങ്ങൾ. ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നീതി നടപ്പാക്കലാണ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. നീതിന്യായ വിഭാഗം സ്ഥാപിച്ചതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് രാജ്യത്ത് നീതി നടപ്പാക്കുക എന്നുള്ളതാണ്. നീതി നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്ത് നിലവിലുള്ള നിയമത്തെ വ്യാഖ്യാനിക്കുകയും ഉയർന്നു വരുന്ന ഓരോ കേസുകളിലും ഇതെങ്ങനെയാണ് ബാധകമാവുക എന്ന് വിശദീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുകയും നിയമം ലംഘിക്കുന്നവർക്ക് ശിക്ഷ നൽകുകയും ചെയ്യുക എന്നതുമാണ് നീതി നടപ്പാക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് അവകാശ സംരക്ഷണമാണ്. അവകാശ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഏറ്റവും പ്രധാനമാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. ജനങ്ങളുടെ അവകാശങ്ങൾ, മൗലിക അവകാശങ്ങളും മറ്റുള്ള അവകാശങ്ങളുമൊക്കെ, ഇത് കാത്ത് സംരക്ഷിക്കുക എന്നുള്ളത് ജുഡീഷ്യറിയുടെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും ഭരണഘടന ഏൽപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ഭരണഘടനയുടെ സംരക്ഷകനാണ്. രാജ്യത്ത് ഭരണഘടനാ പ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെയാണ് ഭരണഘടന ഏൽപ്പിച്ചിരിക്കുന്നത്. രാജ്യത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അതിലിടപെടുകയും അത് തടയുകയും ചെയ്യുക എന്നുള്ളത് നീതിന്യായ വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അടുത്തത് നിയമനിർമ്മാണ ചുമതലയാണ്. ചില നിയമങ്ങളും നിർമ്മിക്കുന്നതിലും നീതിന്യായ വിഭാഗം പങ്കാളിയാവാറുണ്ട്. നിയമനിർമ്മാണ വിഭാഗം നിർമ്മിക്കുന്ന നിയമങ്ങളിലുള്ള പോരായ്മകൾ കേസുകളിലൂടെയും മറ്റ് വിധിന്യായങ്ങളിലൂടെയൊക്കെ കോടതി അതിനകത്ത് കൂട്ടിച്ചേർക്കാറുണ്ട്. അങ്ങനെ വരുമ്പം നിയമനിർമ്മാണം നടത്തുന്ന ചുമതലയും ചില സമയത്ത് നീതിന്യായ വിഭാഗത്തിൻ്റെ കൈകളിലേക്ക് എത്താറുണ്ട്. അടുത്തതാണ് ഉപദേശക ധർമ്മങ്ങൾ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രസിഡൻറ്റിനെയോ പാർലമെൻറ്റിനെയോ ഒക്കെ ഉപദേശിക്കാനുള്ള അധികാരം നീതിന്യായ വിഭാഗത്തിന് പ്രത്യേകതും സുപ്രീം കോടതിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. പ്രസിഡൻറ്റ് ചോദിക്കുന്ന സംശയങ്ങൾക്ക് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് ഉപദേശം നൽകുക എന്നുള്ളത് സുപ്രീം കോടതിയുടെ ചുമതലയിൽപ്പെട്ടതാണ്. അടുത്തതാണ് ഫെഡറൽ കോടതി. നമുക്കറിയാം, ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ്. ഫെഡറൽ രാജ്യം എന്ന് പറയുമ്പോൾ ഒരുപാട് സംസ്ഥാനങ്ങൾ ചേർന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലൊക്കെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നീതിന്യായ വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് നിർവഹിക്കുക വഴി കോടതി ഒരു ഫെഡറൽ കോടതിയായി മാറുന്നു. അടുത്തതാണ് രേഖാ കോടതി. കോടതിയുടെ ഓരോ വിധിയും പ്രത്യേകം രേഖകളാക്കി സൂക്ഷിക്കുന്നു. അത് മറ്റുള്ള കോടതികൾക്കും മറ്റുള്ള കേസുകൾക്കുമൊക്കെ റഫറൻസായിട്ട് അല്ലെങ്കിൽ തെളിവുകളായൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് കോടതിയെ നമുക്ക് രേഖാ കോടതി എന്ന് വേണമെങ്കിലും പറയാം. അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങൾ. ചില സമയത്ത് ഏതെങ്കിലും വസ്തുവകകളുടെ സംരക്ഷകനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്ററോ ഒക്കെ ആയി കോടതി മാറുന്നു. തർക്കത്തിലിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളൊക്കെ സംരക്ഷകനും അതിൻ്റെ നടത്തിപ്പുകാരനും ഒക്കെ ആയി കോടതി മാറുന്നു. അപ്പോൾ നീതിന്യായ വിഭാഗത്തിൻ്റെ ധർമ്മങ്ങളെ നമുക്ക് പ്രധാനമായും 8 എണ്ണമാണ്. 1 നീതി നടപ്പാക്കൽ, 2 അവകാശ സംരക്ഷണം, 3 ഭരണഘടനയുടെ സംരക്ഷകൻ, 4 നിയമനിർമ്മാണ ചുമതല, 5 ഉപദേശക ധർമ്മങ്ങൾ, 6 ഫെഡറൽ കോടതി, 7 രേഖാ കോടതി, 8 അർദ്ധ ജുഡീഷ്യൽ ധർമ്മങ്ങൾ. ലാസ്റ്റ് ക്ലാസ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദി judiciary, independence of judiciary and how the Constitution of India ensured the independence of judiciary. Today we are going to discuss about role and functions of the judiciary.
Like the legislature and the executive, the judiciary also performs some important functions. First one, administration of justice. The primary function of the judiciary is the administration of justice. In other words, the judiciary interprets the law and applies it in individual cases. The court, through their judgment, protect the rights and liberty of the individuals. It also punishes lawbreakers. Second one, protection of rights. Modern democratic states give high place to the rights of the people. The courts are empowered to enforce the rights of the people in all democratic states. The fundamental rights of the people are enumerated in the Constitution. It also empowers the judiciary to defend the same. In India, the Constitution empowers the Supreme Court with the power of enforcement of fundamental rights. Third one, guardian of the Constitution. In federal states like India, USA, etc., the judiciary acts as the guardian of the Constitution. It has the power to declare acts of the legislature and the executive as unconstitutional or ultra vires if they violate the provisions of the Constitution. Fourth one, legislative functions. Though legislation is the main function of the legislature, the courts also make laws. Whenever a law is vague or insufficient, the courts fill the gap by their rulings. These rulings are called case law or judge-made law. The judges are guided by the principle of justice, equity, and common sense. Such decisions are binding on the people. Fifth, advisory function. In some states, the judges give advisory opinion on doubtful legal questions at the request of the executive. In India, the president is empowered to refer any questions of law or fact to the Supreme Court. This is known as advisory jurisdiction of the court. Sixth, federal court. In a federal system of government, the disputes between the center and the state and among the states are settled by the courts. Court of record. The judiciary is also a court of record. It maintains records of all the previous judgment and makes these available in future cases. Quasi-judicial function. The judiciary also performs some quasi-judicial functions. The court appoints the guardians, trustees, and receivers for bankrupt corporations. അടുത്തത് ജഡ്ജിമാരുടെ നിയമനം. ജഡ്ജിമാരുടെ നിയമനം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പലപ്പോഴും വഴിവെക്കാറുണ്ട്. ചീഫ് ജസ്റ്റിസിൻ്റെ നിയമനത്തിൽ ഇന്ത്യയിൽ കാലാകാലങ്ങളായി ഒരു കീഴ്വഴക്കം നിലനിന്നു പോരുന്നുണ്ട്. അതുപ്രകാരം സുപ്രീം കോടതിയിലെ ഏറ്റവും തലമുതിർന്ന ജഡ്ജിയായിരിക്കണം ചീഫ് ജസ്റ്റിസായി നിയമിക്കപ്പെടേണ്ടത്. എന്നാൽ ഈ കീഴ്വഴക്കം 1-2 പ്രാവശ്യം ലംഘിക്കപ്പെടുകയുണ്ടായി. 1973 AN റോയിയെ കാര്യത്തിലും രണ്ടാമതൊരിക്കൽ 1975 MH ബാഗിൻ്റെ കാര്യത്തിലും തൻ്റെ മുകളിലുള്ള 3 ജഡ്ജിമാരെ തട്ടിമാറ്റിയാണ് നിയമിച്ചത്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും മറ്റു ജഡ്ജിമാരെ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും ഇത്തരമൊരു നടപടി കൈക്കൊള്ളുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ മന്ത്രിസഭാ തീരുമാനമാണെന്ന് വ്യാഖ്യാനിക്കുന്നതായിരിക്കും കൂടുതൽ ശരി. അങ്ങനെയെങ്കിൽ ചീഫ് ജസ്റ്റിസിനോട് കൂടിയാലോചിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? 1982-98 കാലയളവിൽ ഇതേ പ്രശ്നം ഉയർന്നു വരികയുണ്ടായി. ചീഫ് ജസ്റ്റിസിൻ്റെ പങ്ക് വെറും കൂടിയാലോചിക്കൽ എന്ന് മാത്രമാണ് ആദ്യമൊക്കെ കരുതിയിരുന്നത്. ചീഫ് ജസ്റ്റിസിൻ്റെ അഭിപ്രായം പ്രസിഡന്റ് പിന്തുടരണമെന്ന കാഴ്ചപ്പാടിലാണ് പിന്നീട് എത്തിച്ചേർന്നത്. അവസാനം സുപ്രീം കോടതി ഒരു പുതിയ നടപടിക്രമവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. നിയമിക്കപ്പെടേണ്ടതായ ജഡ്ജിമാരുടെ പേരുകൾ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയിലെ മുതിർന്ന 4 ജഡ്ജിമാരുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കണം ശുപാർശ ചെയ്യേണ്ടതെന്ന് ഒരു നിർദ്ദേശം കൊണ്ടുവരികയുണ്ടായി. ഇപ്പോഴും ഈ നിലയാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നീതിന്യായ വിഭാഗത്തിലെ നിയമനങ്ങളുടെ കാര്യത്തിൽ സുപ്രീം കോടതിയും മന്ത്രിസഭയും ഒരു സുപ്രധാനമായ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ജുഡീഷ്യൽ നിയമന കമ്മീഷൻ. ഉന്നത നീതിപീഠങ്ങളിലെ ജഡ്ജിമാരെ നിയമിക്കുന്നത് ലക്ഷ്യമിട്ട് പാസാക്കിയ ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ നിലവിൽ വന്നു. ഇതോടെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നതിന് നിലവിലുണ്ടായിരുന്ന കൊളീജിയം സംവിധാനം ഇല്ലാതായി. കമ്മീഷനിലെ അംഗങ്ങൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ആയിരിക്കും
ജുഡീഷ്യൽ നിയമന കമ്മീഷൻ്റെ അധ്യക്ഷൻ. സുപ്രീം കോടതിയിലെ 2 മുതിർന്ന ജഡ്ജിമാർ, കേന്ദ്ര നിയമമന്ത്രി, 2 പ്രമുഖ വ്യക്തികൾ. ഇവരെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന സമിതിയാണ് നിർദ്ദേശിക്കുക. നിയമന കമ്മീഷൻ നിയമ സെക്രട്ടറിയാണ് കൺവീനർ. ഇത് ഇന്ന് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജസ്. The position of the Chief Justice of India is very important. Regarding the appointment of Chief Justice of India, a convention has now evolved. According to the present convention, the senior most judge of the Supreme Court is appointed the Chief Justice of India. But in the past, this convention was broken twice, in 1973 and 1705. In 1973, 3 senior judges were superseded and Justice N. Roy was appointed the Chief Justice of India. Again, 1975, Justice M.H. Bagh was appointed CJI, superseding a senior judge. Regarding the appointment of the judges of the Supreme Court and High Courts, a convention has evolved in India. These judges are appointed by the President in consultation with the Chief Justice of India. The President, of course, will be advised by the Council of Ministers. As per the present convention, the Chief Justice of India recommends the names of the judges to be appointed in consultation with the 4 senior most judges. This recommendation of the Chief Justice of India carries a lot of weight, and the Council of Ministers acting through the President plays an important role. National Judicial Appointment Commission. The commission is established through 99th Constitution Amendment passed by the Constitution Act 2014. It replaced the collegium system for appointment of judges. The commission consists of Chief Justice of India, chairperson, 2 other senior judges of the Supreme Court next to the Chief Justice of India, the Union Minister of Law and Justice, 2 eminent persons to be nominated by committee consisting of Chief Justice of India, Prime Minister of India, and the leader of opposition in the Lok Sabha where there is no such leader of opposition, then the leader of single largest opposition party in Lok Sabha, provided that the 2 eminent persons, 1 person would be from the scheduled caste or scheduled tribes or OBC or minority communities or women. The eminent person shall be nominated for a period of 3 years and shall not be eligible for re-nomination. ജഡ്ജിമാരെ നീക്കം ചെയ്യൽ. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുക എന്നത് ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യമോ ശാരീരികമായ അയോഗ്യതയോ ഉണ്ടെങ്കിൽ മാത്രമേ ജഡ്ജിമാരെ നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ. കുറ്റം ആരോപിക്കുന്ന വിധത്തിൽ ഒരു പ്രമേയം പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും പ്രത്യേക ഭൂരിപക്ഷ പ്രകാരം പാസാക്കി വേണം ജഡ്ജിമാരെ നീക്കം ചെയ്യാൻ. ഈ നടപടിക്രമത്തെ ഇംപീച്ച്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. സങ്കീർണമായ നടപടിക്രമങ്ങളാകയാൽ ഒരു ജഡ്ജിയെ നീക്കം ചെയ്യുകയെന്നത് വിഷമമേറിയ കാര്യമാണ്. എന്നാൽ പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും ഒരു സമവായം ഉണ്ടാക്കുക വഴി കാര്യങ്ങൾ എളുപ്പമാക്കാൻ കഴിയും. നിയമന കാര്യത്തിൽ കാര്യനിർവഹണ വിഭാഗത്തിന് നിർണായക പങ്കുണ്ട്. നീക്കം ചെയ്യുന്ന കാര്യത്തിൽ നിയമനിർമ്മാണ സഭയ്ക്കാണ് പങ്കുള്ളത്. ഇത് ഗവൺമെൻറ്റിൻ്റെ അധികാര വിഭജനത്തിൻ്റെ സന്തുലിതാവസ്ഥയും ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്നു. അങ്ങനെ ജഡ്ജിമാരുടെ നിയമനത്തിന് ശുപാർശ നൽകുന്നതിന് സഹവർത്തിത്വ അധികാരം സുപ്രീം കോടതി നടപ്പിലാക്കി. സുപ്രീം കോടതിയിലെ ജഡ്ജിയെ നീക്കം ചെയ്യേണ്ടതായ ഒരു സന്ദർഭം മാത്രമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. 2 സഭകളിലും 3/2 ഭൂരിപക്ഷം ലഭിക്കുകയുണ്ടായെങ്കിലും സഭയിലെ ആകെ സംഖ്യയിൽ ഭൂരിപക്ഷം ലഭിക്കാതെ പോയതിനാൽ ആ നീക്കം വിജയിച്ചില്ല. റിമൂവൽ ഓഫ് ജഡ്ജസ്. We saw earlier that the safeguarding the independence of the judiciary. Judges have been given security of tenure. They hold office till retirement. This does not mean that they cannot be removed. They can be removed, but removal is very difficult. A judge can be removed only on proven misbehavior. A motion containing the charges against the judges has to be approved by special majority of both houses of the parliament. Special majority means 2/3 majority of those present and voting and simple majority of the total membership of the house.
Getting a special majority is really difficult. In the history of independent India, only one case of removal of judge came up before the parliament. This was for the removal of Justice Ramaswamy of the Supreme Court. The motion for removal got support from the two-thirds of the members present and voting, but it did not get a simple majority of the total membership of the House, since many members abstained. നീതിന്യായ വിഭാഗത്തിൻ്റെ ഘടന. ഈ ഒരു പിരമിഡ് നോക്കിയാൽ നമുക്ക് നീതിന്യായ വിഭാഗത്തിൻ്റെ ഘടന മനസ്സിലാക്കാൻ കഴിയും. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, കീഴ്ക്കോടതികൾ. ഏറ്റവും താഴെ എല്ലാ പ്രദേശത്തും സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നതിനുള്ള കീഴ്ക്കോടതികൾ ഉണ്ടായിരിക്കും. കീഴ്ക്കോടതിയിൽ നിന്ന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ജില്ലാ കോടതിയിൽ, ജില്ലയിലെ എല്ലാ കേസുകളും ഇത് കൈകാര്യം ചെയ്യുന്നു. കീഴ്ക്കോടതിയെ തീരുമാനങ്ങളിൽ മേലുള്ള അപ്പീലുകൾ പരിഗണിക്കുന്നു. ഗൗരവമേറിയ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നു. ജില്ലാ കോടതികളുടെ മുകളിലാണ് ഹൈക്കോടതി. കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീലുകളിൽ വാദം കേൾക്കാം. മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി റിട്ടുകൾ പുറപ്പെടുവിക്കാം. ഒരു സംസ്ഥാനത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന എല്ലാ കേസുകളും കൈകാര്യം ചെയ്യാം. കീഴ്ക്കോടതിയുടെ പ്രവർത്തനങ്ങളിൽ മേൽനോട്ടം വഹിക്കുകയും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യാം. ഹൈക്കോടതികൾക്ക് മുകളിലാണ് സുപ്രീം കോടതി. തീരുമാനങ്ങൾ എല്ലാ കോടതികൾക്കും ബാധകമാണ്. ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാം. മറ്റേത് കോടതികളിലെ വ്യവഹാരങ്ങളും സുപ്രീം കോടതിയിലേക്ക് മാറ്റാം. ഒരു ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യവഹാരങ്ങൾ മാറ്റാം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതിയാണ് സുപ്രീം കോടതി. അതിൻ്റെ താഴെയാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും ഏറ്റവും ഉയർന്ന കോടതിയായ ഹൈക്കോടതി. അതിൻ്റെ താഴെ ഓരോ ജില്ലയിലും ജില്ലാ കോടതി, പിന്നെ കീഴ്ക്കോടതികൾ. ഒരു സംയോജിത നീതിന്യായ വ്യവസ്ഥയെയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. ഫെഡറൽ സംവിധാനമുള്ള മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഭിന്നമായി ഇന്ത്യയിൽ വെവ്വേറെ സ്റ്റേറ്റ് കോടതികളില്ല. ഇന്ത്യയിലാകട്ടെ ഒരു പിരമിഡിൻ്റെ രൂപത്തിൽ ഏറ്റവും ഉയരത്തിൽ സുപ്രീം കോടതിയും അതിന് തൊട്ടു താഴെ ഹൈക്കോടതികളും തൊട്ടു താഴെയായി ജില്ലാ കോടതികളും പിന്നെ മറ്റു കീഴ്ക്കോടതികളുമാണ് സ്ഥിതി ചെയ്യുന്നത്. കീഴ്ക്കോടതികൾ മേൽക്കോടതികൾക്ക് വിധേയപ്പെട്ടിരിക്കും. ഇതിൻ്റെ ഘടനയാണ് ഈ ഒരു പിരമിഡിൽ കൊടുത്തിരിക്കുന്നത്. സ്ട്രക്ചർ ഓഫ് ദി ജുഡീഷ്യറി. In Indian judiciary is pyramidical structure. The Supreme Court is at the top of the pyramid. Below the Supreme Court are the High Court. High courts at the state level. Below the high courts are the district courts, and at the lowest level there are the subordinate courts. See the following diagram showing the pyramidical structure of the Indian judiciary. Subordinate courts consider cases of civil and criminal in nature. Above subordinate courts, district courts deals with the cases arising in the district, considers appeals on decision given by lower courts, decides cases involving serious criminal and offences. High courts hears appeals from lower courts, issue writs of restore fundamental rights, deals with the cases within the state's jurisdiction, exercises supervision and control over lower courts. Supreme Court decisions binding in all courts of the India. Transfer of judges of high courts moves cases from any courts to itself, transfers cases from one high court to another. ഇന്ന് നമ്മൾ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് കോടതിയുടെ ധർമ്മങ്ങൾ, ജഡ്ജിമാരുടെ നിയമനം, അതേപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ജുഡീഷ്യറിയാണ്. ചില ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫങ്ഷൻസ് ആൻഡ് റോൾ ഓഫ് ജുഡീഷ്യറി? നീതിന്യായ വിഭാഗത്തിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. നീതിന്യായ വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ, റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ജുഡീഷ്യറി. രണ്ടാമത്തേത്, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജസ്. ജഡ്ജിമാരുടെ നിയമനത്തെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ട്, ഒരു ലഘു വിവരണം തയ്യാറാക്കുക. അടുത്തത്, റൈറ്റ് അബൌട്ട് ദി റിമൂവൽ ഓഫ് ജഡ്ജസ് ഓർ ഇംപീച്ച്മെൻറ്റ്. ജഡ്ജിമാരെ നീക്കം ചെയ്യൽ അഥവാ ഇംപീച്ച്മെൻറ്റ് എങ്ങനെയാണെന്നതിനെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. അവസാനം, ഡ്രോ എ പിരമിഡ് വിച്ച് ഷോസ് ദി സ്ട്രക്ചർ ഓഫ് ജുഡീഷ്യറി ഇൻ ഇന്ത്യ.
ഇന്ത്യൻ നീതിന്യായ വിഭാഗത്തിൻ്റെ ഘടന വ്യക്തമാക്കുന്ന പിരമിഡ് വരയ്ക്കുക. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.